ഈ പുസ്തകത്തിന്റെ കവറ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഉണ്ണി കാനായിയുടെ ഒരു ശില്പമാണ് ഇതിന്റെ കവറായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. ഈ കവറ് ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന് പറയുന്ന ഈ പുസ്തകം, ഒന്ന്, സനാതനികൾ ശാരീരികമായി ഇല്ലാതാക്കിയ മഹാത്മജിയുടെ ചിത്രമാണ് ഒന്ന്. രണ്ട്, ആശയപരമായിട്ട് സനാതനികൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന നാരായണ ഗുരുവിന്റെ ചിത്രമാണ്. അത് ഈ പുസ്തകത്തിന്റെ വായനയിലേക്ക് നമ്മളെ നയിക്കുന്ന വലിയൊരു വാതിലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആശയപരമായിട്ടും ശാരീരികമായിട്ടും ഇന്ത്യയിൽ സനാതനികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഇടപെടലിന് ഒരു നേർചിത്രമായിട്ട് ഇതിന്റെ കവർ നമ്മളോട് സംസാരിക്കുന്നത്. പുസ്തകത്തിന് പുറത്ത് ഈ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണ സമയത്ത് വലിയൊരു വിവാദം നടക്കുകയുണ്ടായി. ആ വിവാദം എന്നുള്ളത് കേരളത്തിലെ മീഡിയകൾ ജയരാജന്റെ ഒരു കൊടുങ്ങല്ലൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടായിരുന്നു. പി ജയരാജൻ കൊടുങ്ങല്ലൂരിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലുകൾ ഇങ്ങനെ ട്രോളുകൾ ഇങ്ങനെ ഇടുകയുണ്ടായി. വാട്സപ്പ് നേരത്തെ കേട്ടി പറഞ്ഞതുപോലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലും വ്യാപകമായിട്ട് ഇത് വരികയുണ്ടായി. പി ജയരാജൻ എന്താണ് കൊടുങ്ങല്ലൂർ കാര്യം എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വിനിൽ പോൾ ഇതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. വിനിൽ പോളിന്റെ പോസ്റ്റാണ് എന്നെ പോലുള്ള ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത്. വിനിൽ പോൾ കൃത്യമായിട്ട് ഇതിനൊരു മറുപടി പറയുന്നത്. ആരുടേതാണ് ആരാധനാലയങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആരുടേതാണ് ആരാധനാലയങ്ങൾ? ആരുടേത്? കാസർഗോഡ് പോയിട്ടുള്ള ആളുകൾക്കറിയാം, തെയ്യം സീസണിൽ കാസർഗോഡ് പോയിട്ടുള്ള ആളുകൾക്കറിയാം, ഒരു 20 കൊല്ലം മുമ്പ് കാസർഗോഡ് പോയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം, വ്യാപകമായിട്ട് മുസ്ലിം സ്ത്രീകൾ കാവുകളിൽ വ്യാപകമായിരുന്നു. ഇന്ന് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, സമീപകാലത്ത് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഒരു 10-20 കൊല്ലം മുമ്പ് ആദ്യമായിട്ടൊക്കെ പോകുന്ന സമയത്ത് മുസ്ലിം സ്ത്രീകൾ ഒരുപാട് പേര് കാവുകളിൽ എത്തിച്ചേരുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് അത് എന്തുകൊണ്ട് നിന്ന് അറിയാൻ വിഷയം. രണ്ട്, നമ്മുടെ കണ്ണവ ഉറൂസിന് ഒരു ഉദാഹരണം പറയാം. കൊട്ടിയൂർ പോകുന്നത് പോലെ തന്നെ കണ്ണവ ഉറൂസിന് വ്യാപകമായിട്ട് എല്ലാവരും പോവായിരുന്നു. അവിടെ ജാതി, എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 10, 15, 20 കൊല്ലം മുമ്പ് നമ്മുടെ പ്രദേശത്തിന് വ്യാപകമായിട്ട് കണ്ണവ ഉറൂസിന്, ഞാനൊക്കെ പോയിട്ടുള്ള ആളാണ്, കണ്ണവ ഉറൂസിന് പോവായിരുന്നു. കണ്ണവ ഉറൂസിന് മുസ്ലിം തീർത്ഥാടന കേന്ദ്രം അർത്ഥത്തിലല്ല. ഇപ്പോൾ നമ്മൾ മാഹിപ്പള്ളിയിൽ പോകുന്നത് അവിടെ മയ്യഴി അമ്മ എന്ന അർത്ഥത്തിലല്ല നമ്മൾ പോകുന്നത്. ഈ വൈരുദ്ധ്യങ്ങളെ അംഗീകരിച്ച ഒരു ജനസമൂഹമാണ് കേരളത്തിലുള്ളത്. ഈ സമൂഹത്തിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ജയരാജൻ ഈ പുസ്തകം എഴുതിയതിന് ശേഷം മലയാള വാരികയിൽ ജയരാജനുമായിട്ടൊരു അഭിമുഖം ഉണ്ടായിരുന്നു. സതീഷ് സൂര്യൻ എന്ന് പറയുന്ന ഒരാൾ നടത്തിയ ഒരു സംവാദം ഉണ്ടായിരുന്നു. സതീഷ് സൂര്യൻ കുറെ ചോദ്യങ്ങൾ ജയരാജനോട് ചോദിക്കുന്നുണ്ട്. കൃത്യമായിട്ട് അതിനെ ജയരാജൻ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഈ പുസ്തകത്തിന് അപ്പുറത്തേക്ക് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. പുസ്തകത്തിൽ പറയുന്നതിനുള്ള ചില കൂട്ടിച്ചേർക്കലുകളാണ്. ജാതീയതയെ കുറിച്ച് ചോദിച്ചപ്പോഴേ അംബേദ്കറിസ്റ്റുകളെ എപ്പോഴും പറയുന്ന ഒരു കാര്യം അതാണ്. ആ ജാതി, അംബേദ്കർ പറയുന്ന ഒരു കാര്യം എന്താണ്? തൊട്ടുകൂടാത്തവരെ ഹിന്ദുക്കളല്ല എന്ന് അംബേദ്കർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ തൊട്ടുകൂടാത്തവരെ ഹിന്ദുക്കളാക്കി തീർത്തതാണ്. അത് നമുക്ക് കേൾക്കുമ്പോൾ ഗുണപരമായിട്ട് തോന്നും. തൊട്ടുകൂടാത്തവരെ ഹിന്ദുക്കളായി തീർത്തത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അത് ഇന്ത്യയിലെ സനാതനികളുടെ വലിയൊരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടായിരുന്നു. വളരെ ഒരൊറ്റ സ്ട്രക്ചറിൽ കൊണ്ടുവരിക, ഏകശിലാത്മകം എന്നൊക്കെയാണ് നമ്മൾ പറയുക. ജയരാജൻ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. കാരണം സെമിറ്റിക് മതങ്ങളുടെ ശൈലിയിലേക്ക് ഹിന്ദുക്കളെ, വൈവിധ്യങ്ങളുടെ ഒരു ഭൂമികയാണ് ഹിന്ദുമതം. ഈ പറഞ്ഞതുപോലെ വളരെ വൈവിധ്യം നിറഞ്ഞ ഒന്നാണ് ഹിന്ദുമതവും. ഹിന്ദുമതത്തിന് അപ്പുറത്തുള്ള ആളുകൾ ഇതിനെ നമ്മളോട്, ഞാനൊക്കെ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം, അവർ ഇങ്ങനെയാണ് നമ്മളോട് പറയുന്ന ഒരു കാര്യം, അവർ ഒറ്റക്കെട്ടാണ്. നമ്മളെന്താ ഇങ്ങനെ? ജയരാജൻ ഈ ചോദ്യത്തെ അഡ്രസ് ചെയ്യുന്നുണ്ട്. നിരന്തരം മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുത്വവാദികൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട നോക്കൂ, അവരുടെ പള്ളി, അവരുടെ സംസ്കാരം, നമ്മൾ ഈ ചെറിയ ആളുകളായിട്ട് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണത്. ഇതിന്റെ പിന്നിലുള്ള അജണ്ട നമുക്ക് കൃത്യമാണ്. അവർ മുസ്ലിം കമ്മ്യൂണിറ്റി അടുത്തറിഞ്ഞ ആളുകൾക്കറിയാം, മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ വൈവിധ്യങ്ങളുടെ ഒരു വലിയ ഭൂമികയാണത്. മുജാഹിദും സുന്നിയും ജമാഅത്ത് ഉൾപ്പെടെ, ജമാഅത്തുകാരൻ സുന്നിക്കാരനുണ്ട്, സുന്നി മുജാഹിദ്, ഇങ്ങനെയുള്ള വളരെ വൈവിധ്യങ്ങളുടെ ഒരു ഭൂമിക അവിടെയുണ്ട്. അത് അടുത്തറിഞ്ഞ ആളുകൾക്ക് മാത്രമേ. പക്ഷെ നമ്മളെ ഇവർ ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് അവർ ഒറ്റക്കെട്ടാണെന്നില്ല. ഇത് ഹിന്ദുത്വം ഒരു 10-20 വർഷമായിട്ട് വളരെ ബോധപൂർവ്വം പ്രചരിപ്പിക്കുന്ന ഒന്നാണ്.
സെമിറ്റിക് മതങ്ങളുടെ ശൈലിയിലേക്ക് ഹിന്ദു മതത്തെ കൊണ്ടുവരിക. ഈ വൈവിധ്യങ്ങളുടെ ഇടത്തെ ഒറ്റ ഒന്നിലേക്ക് ചുരുക്കുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇതിന്റെ ഒരു രാഷ്ട്രീയമാണ് ജെറാഡ് ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. ആരിലേക്ക് തിരിച്ചു പോകണം? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സനാതനികളെ നമുക്ക് ചോദ്യം ചെയ്യണമെങ്കിൽ ആരിലേക്ക് തിരിച്ചു പോകണം? ഒരു പക്ഷേ അത് ചട്ടമ്പിസ്വാമികളിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. അവിടെയാണ് പരശുരാമ കഥ എന്ന് പറയുന്ന ഒരു കെട്ടുകഥയെ ജയരാജൻ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്നത്. എന്താണ് പരശുരാമ കഥ? അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ്? അത് ഒളിച്ചതാരാണ്? ചട്ടമ്പിസ്വാമികളാണ്, ചെറിയ മനുഷ്യരല്ല. കേരളത്തിലെ നവോത്ഥാനത്തിന്റെ ഏറ്റവും മുന്നണിയിൽ നിൽക്കുന്ന ഒരാളാണ്. രണ്ട്, അദ്ദേഹം സൂചിപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ പുനർവായിക്കേണ്ടതുണ്ട്. നാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ, നാരായണ ഗുരുവിന്റെ ആശയങ്ങളെ പുതിയ കാലത്ത് നിന്നുകൊണ്ട് എങ്ങനെ, കാരണം SNDP യോഗം സംഘപരിവാറിന് വേണ്ടിയിട്ടൊരു സംഘടനയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. SNDP യോഗത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കാറ്റിൽ പറത്തുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെ അഡ്രസ് ചെയ്യുന്നത്. ജയരാജൻ ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. LDF ഭരണകാലത്ത് നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായ വെള്ളാപ്പള്ളി നടേശൻ എന്ന് ജയരാജൻ വളരെ വിമർശനാത്മകമായിട്ട് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പുസ്തകത്തിന് ബാക്കിയായിട്ട് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ എതിർക്കുന്നവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമായിരുന്നു വെള്ളാപ്പള്ളി ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധനായ ഒരു വെള്ളാപ്പള്ളിയെ എങ്ങനെയാണ് ഒരു പക്ഷേ ഇടതുപക്ഷത്തോടൊപ്പം അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നെന്ന് പറയുന്ന ഒരു വലിയ ചിന്ത നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കപ്പെട്ടിരുന്നു. ഇത് വലിയൊരു രീതിയിൽ ഇടതുപക്ഷത്തിന് ക്ഷീണം ചെയ്ത ഒരു കാര്യമാണ്. വെള്ളാപ്പള്ളി എന്ന് പറയുന്ന വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയം നമുക്കറിയാം. അദ്ദേഹത്തിന് പത്മ അവാർഡ് കിട്ടിയത് എങ്ങനെയും നമുക്കറിയാം. അദ്ദേഹത്തിന്റെ മകന്റെ പൊളിറ്റിക്കൽ അജണ്ട നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് നമുക്കറിയാം. അവിടെ വെച്ചുകൊണ്ട് വെള്ളാപ്പള്ളി ഇത് ജയരാജൻ ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മലയാളത്തിലെ ഇന്റർവ്യൂവിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, ബ്രാഹ്മണ ആചാരങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ പാനൂർ മേഖലയിൽ നമ്മളൊക്കെ പാട്ടയം പാനൂർ മേഖലയാണ്. ഏറ്റവും വലിയ എന്റെ നാട്ടിലുള്ള ഗോവിന്ദേട്ടൻ എന്ന് പറയുന്ന ശ്രീനാരായണീയനായ ഒരു മനുഷ്യൻ ഒരു 15-20 കൊല്ലം മുമ്പ് മരിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് പൂർണ്ണമിതം പൂർണ്ണമിതം എന്ന് പറയുന്ന പൂർണ്ണമിതം എന്ന് വേണ്ട ശ്ലോകം ചൊല്ലുന്നത് ഒരു 90-കൾക്ക് ശേഷം ഹിന്ദുത്വം സനാതനികള് കേരളത്തില് വളരെ ബോധപൂർവ്വം കൊണ്ടുവന്നതിന്റെ ഒരു അടയാളമായിരുന്നു. ശ്രീനാരായണീയനായ ഗോവിന്ദേട്ടൻ മരിച്ചപ്പോഴേ ഞാൻ പലയിടത്തും എഴുതിയ കുറിച്ചൊരു കാര്യമാണ്. അവിടെ പൂർണ്ണമതവും പൂർണ്ണമിതവും കൊണ്ടുവരിക, ചൊല്ലുക, അത് നോക്കുക. കൃത്യമായിട്ട് ഒരു 20-30 വർഷമായിട്ട് ശ്രമിക്കുന്ന ഒരു RSS അജണ്ടയുടെ ഭാഗമാണത്. സനാതനികളുടെ കൃത്യമായ അജണ്ടയാണത്. ഈ പൊളിറ്റിക്കൽ അജണ്ടയിൽ നമ്മൾ വീണ് പോകുന്നു. ഇതിനെ മാടൻ മോക്ഷം എന്ന് പറയുന്ന രചനയെ ജയമോഹന്റെ മാടൻ മോക്ഷത്തെ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. കേരളത്തിൽ സമീപകാലത്ത് ഇറങ്ങിയ ഏറ്റവും പൊളിറ്റിക്കൽ നാടകമായിരുന്നു മാടൻ മോക്ഷം. ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. സവർണത എങ്ങനെയാണ് ജയരാജൻ പുസ്തകത്തിൽ പറയുന്നതിന്റെ ദൃശ്യ ആഖ്യാനമായിട്ട് എനിക്ക് തോന്നിയൊരു നാടകമാണ് മാടൻ മോക്ഷം. എങ്ങനെയാണ് ഏറ്റവും താഴെത്തട്ടിലുള്ള ജനതയുടെ ആചാര വിശ്വാസങ്ങളിലേക്ക് ഹിന്ദുത്വം ആടിലിറങ്ങുന്നത്? മാടൻ മോക്ഷം പലയിടങ്ങളിലും ജയരാജൻ പരാമർശിക്കുന്നുണ്ട്. ജയമോഹനത്തിൽ ആമുഖമായിട്ട് പറയുന്നുണ്ട്. മാടനെ, കുട്ടിച്ചാത്തനെ ഒക്കെ എങ്ങനെയാണ് ഹിന്ദുത്വത്തിന്റെ സനാതനികളുടെ തസ്തികയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയതെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കുമ്പോൾ ജയരാജൻ പറയുന്ന മറ്റൊരു കാര്യം KEN കൊണ്ടാണ്. KEN പറഞ്ഞ ഭൂരിപക്ഷ വർഗീയതയെ കുറിച്ച് കേരളത്തിൽ ഏറ്റവും സമർത്ഥമായിട്ട് നിരന്തരം സംസാരിക്കുന്ന ഒരാളാണ് KEN. അദ്ദേഹത്തെ ഒരു ഇടതുപക്ഷ ഗ്രൂപ്പിൽ ഇപ്പൊ വന്ന സോഷ്യൽ മീഡിയയിൽ വന്നൊരു കാര്യം നോക്കുക. ഇടതുപക്ഷ ഗ്രൂപ്പില് KEN ഏറ്റവും വലിയ വർഗീയവാദിയാകുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. KEN വർഗീയവാദിയാണ്, ഇദ്ദേഹം എപ്പോഴും മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. ഒരു ഇടതുപക്ഷ ഗ്രൂപ്പിലാണ് ആലോചിച്ച് നോക്കുക. അതിന് കേരളത്തിലെ പുരോഗമന പക്ഷത്ത് നിൽക്കുന്ന ആളുകളൊക്കെ KEN പിന്തുണ കൊടുക്കുകയും ചെയ്തു. KEN പറയുന്നതാണ് ശരിയെന്ന് ജയരാജൻ ഇന്റർവ്യൂയുടെ മലയാളം വാരികയിൽ ഇന്റർവ്യൂയുടെ അവസാനത്തില് ജയരാജൻ പറയുന്നുണ്ട്. KEN നിലപാടുകൾ അതെന്താണ്? കാരണം സനാതനികളെയാണ് നമുക്ക് ചോദ്യം ചെയ്യേണ്ടത്. കേരളത്തിൽ അവിടെ എവിടെയും കാണുന്ന മുസ്ലിം ക്രിസ്ത്യൻ അതുണ്ടോ? മുസ്ലിം ക്രിസ്ത്യൻ വർഗീയത കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതിനേക്കാളും ഇന്ത്യയാകെ പടർന്നിരിക്കുന്ന ഏറ്റവും ഈ വിഷത്തെയാണ് നമുക്ക് ചോദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രമേ, അല്ലെങ്കിൽ അതിന്റെ കൂടെ രണ്ടിനെ ഒരേ ഗണത്തിൽപ്പെടുത്തിയിട്ട് നമുക്ക് ഒരു പൊളിറ്റിക്കൽ പ്രവർത്തനം നടത്താൻ പറ്റില്ല, രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല. ഹിന്ദുത്വം പ്രബലമാവുകയും ഹിന്ദുത്വം സനാതനികൾ അപകടകരമായ അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുകയുള്ളൂ. മറ്റൊന്ന്, നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാള്, ഒരുപക്ഷെ ജയരാജന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള്
ശശിമാഷ് ഇവിടെയുണ്ട്, എനിക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതാണ് വാഗ്ഭടാനന്ദ ഗുരുവിന്റെ ദർശനം. വാഗ്ഭടാനന്ദന്റെ വാഗ്ഭടാനന്ദന്റെ ദർശനത്തിന്റെ ഒരു ആഴാലോചിച്ച് നോക്കുക. ആ കാലത്ത് 32 ജരാട്ടൻ ഒരു അധ്യായത്തിൽ അതാണ് പറയുന്നത്. വാഗ്ഭടാനന്ദ ദർശനങ്ങൾ നമ്മൾ പാഠ്യം കാര്യത്തിൽ ആലോചിക്കണം. എന്തുകൊണ്ട് വാഗ്ഭടാനന്ദനെ കുറിച്ച് സംസാരിക്കാൻ പോലും, അല്ലെങ്കിൽ വാഗ്ഭടാനന്ദനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നില്ല എന്നുള്ള ചോദ്യം പാഠ്യകാര്യങ്ങളിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ജരാട്ടൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൃത്യമായ സുവ്യക്തമായ നിലപാട് വാഗ്ഭടാനന്ദ ഗുരുവിനുണ്ടായിരുന്നു. വാഗ്ഭടാനന്ദന്റെ നിലപാടുകൾ സനാതനികളുമായിട്ട് പരസ്യമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ച ഒരാളാണ് വാഗ്ഭടാനന്ദ ഗുരു. അദ്ദേഹം എഴുത്തിലൂടെ സനാതനികളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആശയപരമായ സംവാദങ്ങൾ, അതോടൊപ്പം തന്നെ കൊട്ടിയൂരിലും കൊടുങ്ങല്ലൂരും പോയിട്ട് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ, കൊട്ടിയൂരിലേക്ക് നേരത്തെ കേട്ടി പറഞ്ഞു, ആയിരക്കണക്കിന് മനുഷ്യരിങ്ങനെ ഒഴുകുകയാണ്. അവിടെ പോയിട്ട് ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ വാഗ്ഭടാനന്ദൻ സംസാരിക്കുക ആരുടെ രാമൻ എന്നുള്ള ചോദ്യം വാഗ്ഭടാനന്ദൻ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ വാഗ്ഭടാനന്ദൻ സനാതനികളുമായിട്ട് നടത്തിയ സംവാദങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലെ, അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കാവ്യ ഉപേക്ഷിച്ച് കതർധാരിയായി തീർന്ന വാഗ്ഭടാനന്ദൻ സനാതനികൾക്കെതിരെ നമ്മളൊരു പോരാട്ടം നടത്തുമ്പോൾ നമ്മൾ മുന്നിൽ വെക്കേണ്ട ആളുകൾ ഒരു സംശയം വേണ്ട, ചട്ടമ്പിസ്വാമികളാണ്, ശ്രീനാരായണ ഗുരുവാണ്, വാഗ്ഭടാനന്ദ ഗുരുവാണ്. ഇവരെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് മാത്രമേ കേരളത്തിൽ ഇനിയൊരു യുദ്ധം സാധ്യമാവൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. RSSനെ, സനാതനികളെ ആശയപരമായിട്ട് നേരിടണമെങ്കിൽ വാഗ്ഭടാനന്ദന്റെ 100% നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാഗമൊന്നും എനിക്കില്ല. പക്ഷെ വാഗ്ഭടാനന്ദനെ മുന്നിൽ നിർത്തേണ്ടി വരും. വാഗ്ഭടാനന്ദന്റെ വഴികൾ, വാഗ്ഭടാനന്ദൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന വഴികൾ ശരിയാണെന്ന് നമുക്ക് ഉറക്കെ വിളിച്ചു പറയേണ്ടി വരും. അത് ജയരാജൻ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു അധ്യായത്തിന്റെ പേര് തന്നെ ഞാൻ വളരെ ഒന്ന് ചുരുക്കാം, ദീർഘിപ്പിക്കുന്നില്ല. ആരാധനാലയങ്ങളെ വൈവിധ്യങ്ങളെ കുറിച്ചാണ്. ബൗദ്ധ ജൈന പാരമ്പര്യത്തിന്റെ ഒരു മണ്ണിൽ നിന്നാണ് നമ്മുടെ ആരാധനാ കേന്ദ്രങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ശബരിമല ഉൾപ്പെടെയുള്ള അതിന്റെ ചരിത്രപരമായ അന്വേഷണം നടത്തി നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും. ബൗദ്ധനുമായിട്ട് അതിനുള്ള ബന്ധം 1977 സനാതന കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് ബാലഗോകുലം എന്ന് പറയുന്ന ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര നടത്തുന്നത്. ഇതിന്റെ ഒരു ബദൽ കണ്ണൂർ ജില്ലയിൽ ഒരുപക്ഷെ ആലോചന ഉണ്ടായെങ്കിലും പിന്നീട് അത് കുറച്ചു കാലമൊക്കെ നടത്തിയെങ്കിലും പിന്നീട് അതിന്റെ ഒരു ബദൽ എന്ന രീതിയിൽ എത്രമാത്രം മുന്നോട്ട് പോയി എന്ന് എനിക്കറിയില്ല. ജീർണോദ്ധാരണവും പുനഃപ്രതിഷ്ഠയും വന്നത് 90-കൾക്ക് ശേഷം കേരളത്തിൽ എന്ത് ചെയ്യുന്നു, അമ്പലത്തിലെ പുനഃപ്രതിഷ്ഠകൾ വ്യാപകമായിട്ട് വരികയാണ്. സ്വർണ്ണ പ്രശ്നം, താമ്പൂല പ്രശ്നം വരികയാണ്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോലും വെറ്റില പ്രശ്നം നടത്തിയത് നമ്മുടെ ഓർമ്മയിലുണ്ട്. താമ്പൂല പ്രശ്നം നടത്തിയത് നമ്മുടെ ഓർമ്മയിലുണ്ട്. സ്വർണ്ണ പ്രശ്നം നടത്തിയത് നമ്മുടെ ഓർമ്മയിലുണ്ട്. 100 കണക്കിന് ദേവപ്രശ്നങ്ങൾ കടന്നു വരിക കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണിത്. വളരെ ആശയപരമായിട്ട് അതിന്റെ ഏറ്റവും മൂർത്തമായ ഒരർത്ഥത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഇപ്പോഴും പറയും 3 സീറ്റ് ഒരുപക്ഷെ ഹിന്ദുത്വം പ്രതിദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്ക് കേരളത്തിൽ കിട്ടിയെന്ന് നമ്മൾ പറയും. പക്ഷെ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിലുള്ള LDF UDF ബലാബലം കൊണ്ട് 3 ആയിട്ടുള്ളൂ. നമ്മൾ ഒരർത്ഥത്തിൽ കേരളീയരെങ്കിലും ഭാഗ്യവാന്മാരാണ്. ഇന്ത്യയിലെ മറ്റു ജനങ്ങൾക്ക് കിട്ടാത്തൊരു സൗഭാഗ്യം നമുക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് 3 സീറ്റിൽ ഒതുങ്ങിപ്പോയത്. കാവുകളുടെ ക്ഷേത്രവൽക്കരണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു 25 കൊല്ലം പാഠ്യ മേഖലയിലെ ഒരു കുട്ടിച്ചാത്തന്റെ കാവിന്റെ ബോർഡ് ഇങ്ങനെയായിരിക്കും, കുട്ടിച്ചാത്തൻ കാവ് എന്ന് തന്നെയായിരിക്കും. ഇതിനു പകരം ശ്രീ ശാസ്തപ്പൻ ക്ഷേത്രം എന്ന് വന്നത് എപ്പോഴാണെന്ന് ആലോചിച്ച് നോക്കുക. മുച്ചിലോട്ട് പോതിക്കാവായിരുന്നു, മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രമായി മാറിയത് എപ്പോഴാണെന്ന് ആലോചിച്ച് നോക്കുക. വളരെ പതുക്കെ നമ്മളിൽ പിടിമുറുക്കിയ ഒരു സാധനമാണിത്. അതാണ് 10, 30, 40 കൊല്ലം കൊണ്ട് നമ്മളിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. ഒറ്റയടിക്ക് വരുന്ന ഒന്നല്ലത്. കുട്ടിച്ചാത്തൻ കാവ് ശ്രീ ശാസ്ത്രപ്പൻ ക്ഷേത്രമാവുകയും മുച്ചിലോട്ട് പോതിക്കാവ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രമായി തീരുകയും, ഇതിന് നേരത്തെ തന്നെ കേരളത്തിലെ ഒരുപാട് ആളുകൾ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ദേശാഭിമാനിയിലൊക്കെ 90-കളിൽ വന്ന ലേഖനങ്ങളിൽ പോലും ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. കാവുകളുടെ ക്ഷേത്രവൽക്കരണ പ്രക്രിയയായിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്രീനാരായണ ക്ഷേത്രങ്ങൾ, ജഗന്നാഥ ക്ഷേത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. മുഹമ്മദിയർക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നത്. ആനന്ദ തീർത്ഥൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 1978 ജയരാജനെ സൂചിപ്പിക്കുന്നുണ്ട്. ആനന്ദ തീർത്ഥൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തലശ്ശേരിക്കാരനായ സവർണ സമുദായത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ, നാരായണ ഗുരുവിന്റെ അവസാനത്തെ ശിഷ്യനായ ആനന്ദ തീർത്ഥൻ നടത്തിയ സമരങ്ങൾ, ജാതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തല്ലുകൊണ്ടൊരു മനുഷ്യൻ ആനന്ദ തീർത്ഥനാണ്. ആനന്ദ തീർത്ഥനെ ചിലപ്പോൾ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടി വരും.
ആനന്ദ തീർത്ഥനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് വേണ്ടി വരും ഒരു പക്ഷേ സനാതനികളെ നമ്മൾ പ്രതിരോധിക്കാൻ. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ തെയ്യത്തെ കുറിച്ച് ജനേട്ടൻ പറയുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ മാപ്പിള തെയ്യങ്ങൾ, ഉമ്മച്ചി തെയ്യവും പിന്നെ ഉൾപ്പെടെയുള്ള നിരവധി തെയ്യങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിരുന്നു. അത് കാണാൻ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആളുകൾ വരുമായിരുന്നു. അവരെ അകറ്റി നിർത്തിയ ഒരു ലോകക്രമമാണ് നാം രൂപപ്പെടുത്തിയത്. അവിടെയാണ് സനാതനികൾ. പൊട്ടൻ തെയ്യത്തിന്റെ തോറ്റമ്പാട്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒരുപാട് കാവുകളെ കുറിച്ച് കാണിക്കാരുടെ വേങ്കമല, കുറവരുടെ മലനട അപ്പൂപ്പൻ, സാമ്പവരുടെ മൂർത്തിക്കാവ്, കുറവരുടെ കല്ലേരി അപ്പൂപ്പൻ, പുലേരുടെ മറ്റം ശ്രീ അപ്പൂപ്പൻ, പുലേരുടെ ഇളവള്ളി തുടങ്ങിയ നിരവധി കാവുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ ക്ഷേത്രമാക്കി മാറ്റിക്കഴിഞ്ഞു. ആലോചിച്ച് നോക്കുക, കണ്ണൂർ ജില്ലയിൽ തന്നെ പല വിവാഹ ചടങ്ങുകളിലും കർമ്മം അല്ലെങ്കിൽ അതിന്റെ കേന്ദ്രസ്ഥാനത്ത് ബ്രാഹ്മണരെ കൊണ്ടുവന്ന ഒരു സാംസ്കാരിക പരിസരം ആലോചിച്ച് നോക്കുക. ശ്രീനാരായണീയർ ഉൾപ്പെടെയുള്ള ആളുകൾ കല്യാണ ചടങ്ങുകളില് പൂജാരി നിർബന്ധമായി തീരുകയും വളരെ പെട്ടെന്ന് വന്നതല്ലത്. എത്രയോ കാലത്തെ സനാതനികളുടെ ഒരു പ്രവർത്തനത്തിൽ തുടർച്ചയായിട്ട് അതിനെ കാണേണ്ടത്. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വൈവിധ്യങ്ങളുടെ, അണ്ടല്ലൂരിലെ ബ്രാഹ്മണാധിപത്യത്തെ കുറിച്ച് പറയുന്നുണ്ട്, വൈവിധ്യങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളാണ്. അവിടെ വിശ്വാസിയും അവിശ്വാസിയും ഇതര മതസ്ഥരും ഒക്കെ പോയ ഒരിടാണ് കേരളത്തിലെ കാവുകൾ, ക്ഷേത്രങ്ങൾ, കേരളത്തിലെ ആരാധനാലയങ്ങൾ. ഇവിടെയാണ് ഒരൊറ്റ ഒന്നിലേക്ക് കൊണ്ടുവരികയും ഇത് മാത്രമാണ് ശരിയെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നത്. അതിനെ പ്രതിരോധിക്കാൻ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്നുള്ളത് ഈ സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ഒരു റീതിങ്കിങ് ഇപ്പോഴെങ്കിലും നടത്തിയിട്ടില്ലെങ്കിൽ ഇനി നമുക്ക് നടത്താൻ സമയം ഉണ്ടാവുകയില്ല. ഈ 2026 നടത്തിയിട്ടില്ലെങ്കിൽ 90 മുതൽ കേരളത്തിലെ ചിന്തിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ പറഞ്ഞു വരുന്ന കാര്യമാണ്, 35 വർഷത്തിന് ശേഷം ഒരുപക്ഷെ വളരെ യാഥാർത്ഥ്യത്തിൽ എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് സമയമില്ല. ഇനി നമ്മൾ പറയേണ്ടത്, നമ്മൾ ഉറക്കെ വിളിച്ചു പറയേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും തെരുവിലാണെങ്കിൽ പോലും, ഞാൻ വിചാരിക്കുന്നത് തെരുവിലാണെങ്കിൽ പോലും സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ പോലുള്ള പുസ്തകങ്ങൾ നമ്മൾ 10 പേരാവട്ടെ പുസ്തകം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ബോധത്തിന്റെ ഭാഗമാണ് ഞാൻ വിചാരിക്കുന്നു. കേരളത്തിന്റെ സനാതനികളെ നമുക്ക് നേരിടണമെങ്കിൽ ആശയപരമായിട്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് നേരിടേണ്ടതുണ്ട്. ആശയപരമായിട്ട് ആ ഒരൊറ്റ കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഈ പുസ്തകത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു പക്ഷേ ഈ പുസ്തകം വായിക്കുകയും ഈ സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ സജീവ ചർച്ചയ്ക്ക്, ഒരുപക്ഷെ നന്നായി വായിക്കാത്ത ഒരാൾക്ക് എളുപ്പം പഴകണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലെ? എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ അങ്ങനെയായിട്ട് പറഞ്ഞത്, ഒറ്റ വായനയ്ക്ക് ചിലപ്പോ പിടികിട്ടില്ല, അത്രയുമേൽ ഗവേഷണ പരതയുള്ള ഒരു പുസ്തകമാണ്. അങ്ങനെ വേണം, ഒരധ്യായം മതി. ഇനി പാർട്ടിക്കാർക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും പിന്നെ ചെറിയ ഗ്രൂപ്പുകളിൽ വാഗ്ഭടാനന്ദനെ കുറിച്ചില്ലെങ്കിലും ഒരൊറ്റ അധ്യായം ചർച്ച ചെയ്യാം. അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഈ പുസ്തകത്തിന്റെ വായനയെ മുന്നോട്ട് നയിക്കുക. കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തോട്, രാഷ്ട്രീയ ജീവിതത്തോട് നീതി കാണിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം കൊണ്ട് നീതി കാണിച്ചൊരു മനുഷ്യൻ അത് തന്റെ പുസ്തകത്തിലൂടെ ഉറക്കെ വിളിച്ചു പറയാണ്. ഇനിയും ചെയ്യാനുണ്ട് നമുക്ക് ഇവിടെ എങ്ങനെ പിന്നെ കൂടിയിരിക്കാനുള്ള സമയമല്ല, പലതായി പിരിയാനുള്ള ഒന്ന് ആണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഈ ആളുകൾ സംസാരിപ്പിക്കാനുണ്ട്. എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.